ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ. 1940 മുതൽ 1970 വരെ കാർഷിക മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായി ആഗോളതലത്തിൽ നടപ്പിലാക്കിയ ഗവേഷണ വികസന സാങ്കേതിക വിദ്യാ കൈമാറ്റമാണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവത്തിന് തുടക്കമിട്ട രാജ്യം മെക്സിക്കോ. 1960കളുടെ ആരംഭത്തിൽ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ ധനസഹായത്തോടെ ഡോക്ടർ നോർമൻ ബോർലോഗ് വികസിപ്പിച്ചെടുത്ത ആധുനിക കൃഷിരീതി ഹരിത വിപ്ലവം എന്ന് അറിയപ്പെട്ടു. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുണ്ടായ കാർഷിക വിളയാണ് ഗോതമ്പ്. ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ് ഇനങ്ങളാണ് കല്യാൺ സോന, സൊനാലിക എന്നിവ. മെക്സിക്കോയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു വിളയായിരുന്നു ഗോതമ്പ്. എന്നാൽ ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി 1964ഓടെ 5 ലക്ഷം ടൺ ഗോതമ്പ് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായി മെക്സിക്കോ മാറി. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിളയാണ് കരിമ്പ്. 1970-ൽ ഡോക്ടർ നോർമൻ ബോർലോഗിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ബോർലോഗ് പുരസ്കാരം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. 1960കളുടെ അവസാന കാലഘട്ടത്തിൽ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക തുടങ്ങിയ വികസ്വര രാജ്യങ്ങളും മെക്സിക്കോയുടെ ചുവട് പിടിച്ച് ഹരിത വിപ്ലവത്തിന് തുടക്കമിട്ടു. 1970കളുടെ അവസാന ഘട്ടത്തിൽ ഈ രാജ്യങ്ങളിൽ ഭക്ഷ്യോൽപാദന മേഖലയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായി. ഇന്ത്യ ഏറ്റവും അധികം ഭക്ഷ്യധാന്യം കയറ്റുമതി ചെയ്തതും ആ കാലത്താണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യയിലെ ഗേഹം ഫിലിപ്പൈൻസ്. ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുണ്ടായ കാർഷിക വിള ഗോതമ്പ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവ കാലഘട്ടത്തിൽ ഇന്ത്യൻ കൃഷിമന്ത്രി C സുബ്രഹ്മണ്യനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് 1968-ൽ അമേരിക്കക്കാരനായ വില്യം ഗൗഡാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് 1965-ൽ പഞ്ചാബിലാണ്. ഹരിത വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ഇറ്റാലിയൻ കൃഷിശാസ്ത്രജ്ഞനായ നാസറനോ സ്ട്രാംപെല്ലി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഡോക്ടർ MP സിംഗ് ആണ്. ഹരിത വിപ്ലവം തുടക്കമിടുന്ന രാജ്യം മെക്സിക്കോയാണ്.